ഒരു കാര്യം തീർച്ചയാണ്, വെലങ്ങാട് ഉണ്ടായതൊരു ചെറിയ അപകടമല്ല. വെലങ്ങാട് ഉണ്ടായിട്ടുള്ളതൊരു വലിയ ദുരന്തം തന്നെയാണ്. ജീവൻ, മാത്യു മാഷ് ഒഴികെയുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു മഹാദുരന്തമാണ് വെലങ്ങാട് ഉണ്ടായിട്ടുള്ളത്. അതിനനുസരിച്ചിട്ടുള്ള പരിഗണന വെലങ്ങാട് അർഹിക്കുന്നുണ്ട്. അത് അനിവാര്യമാണ്. അത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. പാർലമെൻറ്റിൽ അവതരിപ്പിക്കുക എന്നുള്ള എൻ്റെ ഉത്തരവാദിത്വമാണല്ലോ. അതിന് അവസരത്തിന് വേണ്ടി കഴിഞ്ഞ ആഴ്ച മുഴുവൻ ശ്രമിച്ചിട്ട് പാർലമെൻറ്റിൻ്റെ അവസാനത്തെ ദിവസമാണ്, വളരെ ഒരു ലിമിറ്റഡ് ടൈം മാത്രമാണ് കിട്ടിയത്. അപ്പോൾ ആ കിട്ടുന്നതിൻ്റെ ആവശ്യാർത്ഥം സ്പീക്കർ ഉൾപ്പെടെയുള്ള ആളുകളെ ഇവിടുത്തെ ദൃശ്യങ്ങൾ, സ്പീക്കറുടെ ഓഫീസിന് ഇവിടുത്തെ ദൃശ്യങ്ങൾ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴാണ് അവരൊക്കെ മനസ്സിലാക്കുന്നത് ഇത്രയും വലിയ ദുരന്തം ഇത് വയനാട് തന്നെയാണോ. ഞാൻ പറഞ്ഞതല്ല, അതേ ദിവസം ഉണ്ടായ വെലങ്ങാട്ടെ ദുരന്തമാണ് എന്നുള്ളത്. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റ് മിനിസ്റ്റർ ഉൾപ്പെടെ അത് നേരിട്ട് പോയിട്ട് അതിൻ്റെ വിഷ്വൽസ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗൗരവം റവന്യൂ മിനിസ്റ്റർ ഇവിടെ വരുന്നതിൻ്റെ മുമ്പ് തന്നെ അദ്ദേഹത്തെയും അതിൻ്റെ വിഷ്വൽസ് കാണിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഗൗരവം അതിൻ്റെ വിഷ്വൽസ് കാണുമ്പോൾ അവരെല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗൗരവത്തോടു കൂടിയുള്ളൊരു സമീപനം വെലങ്ങാടിൻ്റെ സഹായം പ്രഖ്യാപിക്കുന്ന കാര്യത്തിലും അവർ വെച്ച് പുലർത്തണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. വെലങ്ങാടിനും വയനാടിനും വേണ്ടി പിന്നെ 100 വീട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലിപ്പം അടുത്ത ദിവസം അവരൊക്കെ ആയിട്ട് സംസാരിക്കും. അവരിൽ നിന്ന് കിട്ടുന്ന സഹായമൊക്കെ ഇതിലേക്ക് ചാനലൈസ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ആവശ്യങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം കൂടെ പൂൾ ചെയ്തിട്ട് പിന്നെ ഒരു വഴിയിൽ അതെല്ലാം ഒരു പ്ലാൻ അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്.